ഇന്നൊരു ബുധനാഴ്ച ദിവസം രാവിലെ പുട്ടും കടലയും കഴിച്ച് നമ്മുടെ പരിപാടി തുടങ്ങേട്ടാ. അങ്ങനെ ഇതേ ഫസ്റ്റ് ഓട്ടം കിട്ടിയത് മൈദറിൽക്കാണ്. അവിടെ ആളെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ അടുത്ത ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അതാ പിന്നത്തെ ഓട്ടം വന്നത് അങ്ങ് നേരെ ഉക്കേറിൽക്കായിരുന്നു. ഉക്കേറിൽ പോയിട്ട് ആളിറക്കി വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ട്രിപ്പ്. അപ്പോൾ അത് ഏതൊക്കെ മരുഭൂമിയിൽ കൂടെ ഒക്കെ ഓടിയിട്ടാണ് അടുത്ത ട്രിപ്പ് കേട്ടോ. കുറച്ച് ദൂരം നിന്നാണ് പിക്കപ്പ് വന്നത്. അങ്ങനെ അവിടെ ആളെടുക്കാൻ പോവാണ്. അവിടുന്ന് ആളെടുത്ത് നേരെ ദോഹയിൽക്കായിരുന്നു ട്രിപ്പ് കിട്ടി. അവിടെ നിന്ന് നേരെ നമ്മൾ റൂമിൽ പോയി. റൂമിലെത്തി ഫുഡ് കഴിച്ചിരിക്കുമ്പോൾ നെക്സ്റ്റ് ഓട്ടം വില്ലാജ് മാളിലേക്കായിരുന്നു. വില്ലാജ് മാളിനോട് ചേർന്നിട്ടുള്ള ഖലീഫ സ്റ്റേഡിയം ആണത്. ഖത്തറിനൊരു ഇൻ്റർനാഷണൽ മാച്ച് നടത്തണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഖലീഫ സ്റ്റേഡിയം ആയിരിക്കും. അത് വേൾഡ് കപ്പിന് മുന്നേ ആയാലും ശേഷമായാലും. അതിന് തൊട്ടടുത്താണ് ടോർച്ച് ടവർ. ടവർ എന്നും പറയും കേട്ടോ. അവിടെ നേരെ ഈ കാണുന്നതാണ് വില്ലാജിയോ മാൾ, ഖത്തറിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മാളാട്ടോ. ഈ വില്ലാജിയോ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, വില്ലേജ്, നമ്മുടെ വില്ലേജ്, അതിൻ്റെ പര്യായപദമാണ് വില്ലാജിയോ. ഭാഷ ഇറ്റാലിയൻ ആണെന്നുള്ളൂ. ഇതാണ് ഖത്തറിലെ ഏറ്റവും ഉയരം കൂടിയ ടോർച്ച് ടവർ. ഏറ്റവും ഉയരം കൂടിയ ഒരു ലക്ഷറി 5 സ്റ്റാർ ഹോട്ടലും കൂടെ കേട്ടോ. ഇത് 51 നിലകളിലായിട്ട് 360 ഡിഗ്രിയിൽ കറങ്ങുന്ന റെസ്റ്റോറൻ്റ് അടക്കം ഇതിൻ്റെ 47ാമത്തെ നിലയിലുണ്ട്. നമ്മളങ്ങനെ ആ മാളിലേക്ക്, വില്ലാജിയോ മാളിലേക്ക് എൻ്റർ ചെയ്തു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഏതെങ്കിലും ഔട്ട്ഡോറിലുള്ള ഒരു ആകാശ ദൃശ്യമല്ല. ഇതാണ് നമ്മുടെ വില്ലാജിയോ മാളിൻ്റെ റൂഫ്. ഇങ്ങനെയാണ് വരെ ഒരു സ്കൈ സ്റ്റൈലിലാണ് വില്ലാജിയോ മാളിൻ്റെ റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മാളിനകത്തായിട്ട് ഒരു കനാല് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റലിയിലുള്ള വെനീസ് തടാകത്തെ മാതൃകയാക്കിയിട്ടാണ് ഈ കനാൽ ഇതിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കിടിലൻ കനാലാട്ടാ, ഒരു രക്ഷയില്ല. ഈ മാളിലേക്ക് കടന്നാൽ തന്നെ നമ്മൾ എന്തിൻ്റെ ഉള്ളിലേക്ക്, ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ് ഈ മാളിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ. ആദ്യമായിട്ടൊക്കെ കിടക്കുമ്പോൾ, പിന്നീട് പലതവണ കിടക്കുമ്പോൾ ആ ഫീലിംഗ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിലൊരുപാട് ഗൊണ്ടോളോ വള്ളങ്ങളുണ്ട്. നമുക്കിതിലൊക്കെ കയറി സഫാരി നടത്താം. ഒരാൾക്ക് 20 റിയാലാണ് വരുന്നത്. അത് 2 ആളാണെന്നുണ്ടെങ്കിലും 20 റിയാൽ തന്നെ, 3 ആളാണെന്നുണ്ടെങ്കിൽ 30 റിയാൽ, 4 ആളാണെങ്കിൽ 40 റിയാൽ. അങ്ങനെയാണ് അതിൻ്റെ ചാർജ് വരിക. മിനിമം 20 റിയാലാണ് വരിക, 2 ആൾ വരിക. ഡീറ്റെയിൽസൊക്കെ നമ്മളവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ടാണ് അറിഞ്ഞത്. അങ്ങനെ ഇതിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളടക്കം ഒരു 200-ലേറെ ഷോപ്പുകളുണ്ട്. ഈ മാളിന് പുറകിലായിട്ട് വിശാലമായ വലിയൊരു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. ആ പാർക്കിന് ആസ്പയർ പാർക്ക് എന്നാണ് പറയുക. അങ്ങനെ നമുക്ക് ഓട്ടം കിട്ടിയ നേരെ മദീന ഖലീഫയിലേക്കായിരുന്നു. മദീന ഖലീഫയിൽ ആളിറക്കി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം റീചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നു. ഈ മൊബൈൽ ഷോപ്പിൽ കയറി റീചാർജ് ചെയ്തു. 65-ൻ്റെ ഒരു കോംബോ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ എവിടേക്കോ പോയി, എവിടേക്കോ ആളുകൾ ഡ്രോപ്പ് ചെയ്ത് അവസാനം നമ്മൾ ബർവ മദീനത്തിനയിൽ എത്തിയിട്ടുണ്ട്. ബർവ ഗ്രൂപ്പ് വേൾഡ് കപ്പിന് മുമ്പ് ഉണ്ടാക്കിയെടുത്ത വലിയൊരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം, റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ് ഈ ബർവ മദീനത്തിന്. 6000-ലേറെ ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഊബറിൽ നിന്ന് കിട്ടിയത് 200 റിയാലാട്ടോ. ഓട്ടോ ഇവിടെ ഏകദേശം അവസാനിക്കാനായി. ടാക്സി ആവശ്യമായിട്ടുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ലോങ് ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ മേലേക്കുള്ള ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.2 റിയാൽ മാത്രമാണ് 1 കിലോമീറ്ററിന് ചാർജ് വരിക.